Dear students, welcome to Learner's World. In this video, I'm going to talk about 7 ways to improve your writing skills by Coursera staff, FIUGP Semester 4, SEC Commerce and Management under Calicut University. Summary of 7 ways to improve your writing skills. നിങ്ങളുടെ എഴുത്തിൻ്റെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 വഴികളാണ് ഇതിൽ പറയുന്നത്. Writing skills are essential for effective communication in both academic and professional life. ഒരു എഴുതാനുള്ള കഴിവെന്ന് പറയുന്നത് നമ്മുടെ ആശയവിനിമയത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ആക്കഡമിക് അതുപോലെ പ്രൊഫഷണൽ നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് എഴുത്തിനോടുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ് എന്ന് പറയുന്നത്. Writing is not just about putting words on paper. It involves using correct grammar, suitable vocabulary, clear structure, and precise expression to communicate ideas accurately. എഴുത്ത് എന്ന് പറയുന്നത് പേപ്പറിൽ കുറച്ച് വാക്കുകൾ എഴുതുന്നതല്ല എഴുത്ത് എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് കറക്റ്റായിട്ടുള്ള ഗ്രാമറൊക്കെ ഉപയോഗിച്ച്, അതായത് അനുയോജ്യമായിട്ടുള്ള വൊക്കാബുലറി, പദസമ്പത്ത് ഒക്കെ ഉപയോഗിച്ച്, അതുപോലെ ഒരു നല്ലൊരു സ്ട്രക്ചറോ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയാസ് വളരെ കൃത്യമായിട്ട് ഈ ഒരു സെൻറ്റൻസായിട്ട് എഴുതുക എന്നുള്ളതാണ് ഒരു റൈറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Good writing helps in emails, reports, presentations and creative work, making it a vital skill in almost every profession. അപ്പോൾ നല്ലൊരു എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ മെയിൽ അയക്കാൻ, ഇമെയിലുകളിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ, പ്രസൻറ്റേഷൻസിൽ, നല്ലൊരു ക്രിയേറ്റീവ് വർക്കിൽ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ പ്രൊഫഷനിലും ഈ ഒരു എഴുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഇംപ്രൂവ് റൈറ്റിംഗ് ഇസ് റിവ്യൂവിങ് ദ ബേസിക്സ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എഴുത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക്സ്, അടിസ്ഥാനപരമായിട്ടൊരു പുനഃപരിശോധന നടത്തുക എന്നുള്ളതാണ്. എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഇൻ ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ മേക്സ് റൈറ്റിംഗ് ക്ലിയർ ആൻഡ് പ്രൊഫഷണൽ. അതായത് നമുക്ക് ഗ്രാമറിൽ, വ്യാകരണത്തിൽ, അതായത് ഗ്രാമറിൽ നമുക്ക് നല്ലൊരു അടിത്തറ ഉണ്ടായിരിക്കണം. അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതേപോലെ സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ, അതുപോലെ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ കുത്ത്, കോമ തുടങ്ങിയിട്ടുള്ള ബ്രാക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇതൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ലേണിംഗ് ടു യൂസ് അഡ്വാൻസ്ഡ് പങ്ക്ച്വേഷൻ മാർക്സ് സച്ച് എസ് സെമിക്കോളൻസ് ആൻഡ് എം ഡാഷസ് ക്യാൻ ഓൾസോ ഇംപ്രൂവ് സെൻറ്റൻസ് ക്വാളിറ്റി ആൻഡ് ക്ലാരിറ്റി. അതായത് പങ്ക്ച്വേഷൻ മാർക്സ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അതായത് സെമിക്കോളൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എം ഡാഷ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദി സെക്കൻഡ് മെത്തേഡ് ഈസ് റീഡിങ് വാട്ട് യു വാണ്ട് ടു റൈറ്റ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വായന. നിങ്ങൾ എന്താണോ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ട് വായിക്കുക. റീഡിങ് സിമിലർ ടൈപ്സ് ഓഫ് കോണ്ടൻറ്റ് ഹെൽപ്സ് റൈറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് സ്റ്റൈൽ, സ്ട്രക്ചർ ആൻഡ് ടോൺ. അതായത് നമുക്ക് നമ്മുടെ കോണ്ടൻറ്റിൻ്റെ അനുസരിച്ച് പലതരത്തിലുള്ള വായനകൾ നമ്മൾ, പല തരത്തിലുള്ള ടെക്സ്റ്റുകൾ നമ്മൾ വായിക്കുന്നതിലൂടെ അതിൻ്റെ സ്റ്റൈല്, സ്ട്രക്ചർ, ടോണ് ഒക്കെ ഈ ഒരു എഴുത്തുകാരന് മനസ്സിലാക്കാൻ കഴിയും. ബൈ ഒബ്സർവിങ് ഹൗ എക്സ്പീരിയൻസ്ഡ് റൈറ്റേഴ്സ് ഓർഗനൈസ് ഐഡിയാസ്, ലേണേഴ്സ് ക്യാൻ ഇംപ്രൂവ് ദെയർ ഓൺ റൈറ്റിംഗ് വിത്തൗട്ട് കോപ്പിയിങ് അതേഴ്സ്. അതായത് നമ്മൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ള എഴുത്തുകാരൊക്കെ എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് അവരുടെ ഐഡിയാസൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കോപ്പി ചെയ്യാതെ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് നമുക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രൂഫ് റീഡിംഗ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. റൈറ്റേഴ്സ് ഷുഡ് നെവർ സബ്മിറ്റ് ദെയർ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു എഴുത്തുകാരൻ തൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതായത് നമ്മൾ ആദ്യത്തെ എഴുതിയത് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യരുത്. ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക് അലോസ് ദം ടു റിട്ടേൺ വിത്ത് ഫ്രഷ് ഐസ്. നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം
ഒന്ന് റിലാക്സ് ആയിട്ട് മാത്രമേ നമ്മൾ പിന്നീട് എഴുതാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. Reading the text aloud helps identify awkward sentences while careful checking removes spelling mistakes and improve flow. നമ്മൾ എഴുതിയിട്ടുള്ള ആ എഴുത്ത് കുറച്ച് അലൗഡായിട്ട് കുറച്ച് ഉച്ചത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു അസ്വാഭാവികമായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ കഴിയും. ഒരു ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഗെറ്റിംഗ് ഫീഡ്ബാക്ക് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് എഴുത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഓർ കൊളീഗ്സ് ക്യാൻ നോട്ടീസ് എറേഴ്സ് ഓർ വീക്ക്നെസ്സസ് ദാറ്റ് ദ റൈറ്റർ മേ ഓവർലുക്ക്. അത് നമ്മുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, കൊളീഗ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് നൽകാൻ കഴിയും. ഇതൊക്കെ നമ്മളെ എഴുത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ എഴുത്തിൽ തെറ്റുണ്ടെങ്കിൽ അവർക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഹെൽപ്പ് സ്ട്രെങ്തൻ കോണ്ടൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മളെ എഴുത്തിനെ ഓർഗനൈസ് ചെയ്യാനും അത് സ്ട്രെങ്തൻ ചെയ്യാൻ, അതിൻ്റെ കോണ്ടൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. തിങ്കിങ് അബൌട്ട് സ്ട്രക്ചർ എൻഷ്യൂർസ് ദാറ്റ് ഐഡിയാസ് ആർ പ്രസൻറ്റഡ് ലോജിക്കലി. അതുപോലെ നമ്മുടെ എഴുത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, അതായത് സെൻറ്റൻസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി ആണോ നമ്മൾ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂസിങ് ഔട്ട്ലൈൻസ് ഹെൽപ്സ് റൈറ്റേഴ്സ് പ്ലാൻ ദെയർ വർക്ക് ബിഫോർ സ്റ്റാർട്ടിങ്. അതുപോലെ ഔട്ട്ലൈൻസ് യൂസ് ചെയ്യുന്നതിലൂടെ എഴുത്തുകാരന് തൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിംഗ് റിക്വയർ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് സച്ച് എസ്സേസ് ഓർ സ്റ്റോറീസ്. അതായത് പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്, അതിന് പലതരത്തിലുള്ള സ്ട്രക്ചർ ആവശ്യമാണ്. അതായത് എസ്സേൻ്റെ സ്ട്രക്ചർ വേറെയാണ്, സ്റ്റോറീൻ്റെ സ്ട്രക്ചർ വേറെയാണ്. അതായത് ഒരു എസ്സേയുടെ സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ഒരു മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ, അങ്ങനെയുള്ള സ്ട്രക്ചറാണ്. സ്റ്റോറിക്ക് ഒരു പക്ഷേ അങ്ങനെയല്ല സ്ട്രക്ചർ കൊടുക്കേണ്ടത്. കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ഈസ് ദ കീ ടു ഇമ്പ്രൂവ്മെൻറ്റ്. നമുക്ക് എഴുത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസാണ്. നമ്മൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക. റൈറ്റിംഗ് റെഗുലർലി ത്രൂ ജേർണൽസ്, ബ്ലോഗ്സ് ഓർ ഫ്രീ റൈറ്റിംഗ് ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് ഫ്ലുവൻസി. നമ്മൾ റെഗുലറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, അതായത് ജേർണൽസിൽ, ബ്ലോഗ്സിൽ, ഇതൊക്കെ നമുക്കൊരു കോൺഫിഡൻസും ഫ്ലുവൻസിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. Finally, polishing techniques such as using strong verbs, avoiding passive voice and remove unnecessary words make writing more dynamic and engaging. അതുപോലെ തന്നെ കുറച്ച് പോളിഷിങ് ടെക്നിക്സ് ആയിട്ടുള്ള, നമ്മൾ എഴുതുന്ന സമയത്ത് സ്ട്രോങ് വേർബ്സ് യൂസ് ചെയ്യുക, പാസീവ് വോയിസ് അവോയ്ഡ് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വേർഡ്സ് റിമൂവ് ചെയ്യുക. ഇതൊക്കെ കുറച്ചും കൂടെ എഴുത്തിനെ എൻഗേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. In conclusion, writing skills develop over time with practice, reading, feedback and careful revision. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എങ്ങനെ? കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസിലൂടെ. അതോടൊപ്പം തന്നെ റീഡിങ്, ഫീഡ്ബാക്ക്, കെയർഫുൾ റിവിഷൻ, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വിത്ത് ഡെഡിക്കേഷൻ എനിവൺ ക്യാൻ ബിക്കം എ ക്ലിയർ ആൻഡ് ഇഫക്റ്റീവ് റൈറ്റർ. നല്ല ഡെഡിക്കേഷനോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, അതുപോലെ ഫീഡ്ബാക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, സ്പെല്ലിങ്, ഗ്രാമർ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു എഴുത്തുകാരനായിട്ട് മാറാൻ കഴിയും. ഓക്കെ, താങ്ക് യു.